ചോദിച്ചറിഞ്ഞതനുസരിച്ച് അദ്ദേഹത്തിന്റെ വാരിയെല്ലിന് പൊട്ടുണ്ട്, മൂക്കിന്റെ എല്ലിനും പൊട്ടുണ്ട്, അതുപോലെ തലയിലും നല്ല രീതിയിലുള്ള പരിക്ക് പറ്റിയിട്ടുണ്ട്. എന്താണ് സത്യത്തില് അവിടെ സംഭവിച്ചത്? ഇന്ന് വൈകിട്ട് ടാക്സി ഓടിച്ച് ഒരു ട്രിപ്പ് പോകുന്ന സമയത്ത് തൃക്കാക്കരയിൽ കാലൂരിലേക്ക് പോണ സമയത്തായിരുന്നു നടന്നത്. എറണാകുളം രജിസ്ട്രേഷൻ വണ്ടിയായിരുന്നു? അല്ല, തൊടുപുഴ രജിസ്ട്രേഷൻ വണ്ടി. അപ്പൊ തൃക്കാക്കരയിൽ വണ്ടി തൊടുപുഴ രജിസ്ട്രേഷൻ? അതെ. അപ്പൊ ഇവിടെ ടാക്സി ഓടിക്കുന്ന വ്യക്തിയാണ്. എന്താ പേര്? മുഹമ്മദ് റമീസ്. എന്താ സത്യത്തിലുണ്ടായത്? ഏത് വണ്ടിയാണ് നിങ്ങളുടെ? എന്റെ ഡിസൈർ വാഹനം. എതിർവശത്ത് വന്ന വോക്സ്വാഗന്റെ പ്രൈവറ്റ് വാഹനമായിട്ടാണ് പ്രശ്നം ഉണ്ടായത്. ആ വാഹനത്തിലുള്ളവര് എന്റെ വഴി തടസ്സപ്പെടുത്തുന്ന രീതിയിൽ വണ്ടി കൊണ്ടുവന്നു. അപ്പൊ ഞാൻ അതിനെ സ്വാഭാവികമായിട്ട് ചോദ്യം ചെയ്തു. അപ്പൊ എന്നെ അസഭ്യം പറഞ്ഞ് കയ്യേറ്റം ചെയ്യാൻ ചെയ്തു. വാഹനത്തിൽ നിന്ന് ഇറക്കി 5ഓളം വരുന്ന വ്യക്തികൾ. അതിലൊരാളുടെ കയ്യില് മാരകായുധം, ഇടിവള മറ്റും ഉണ്ടായിരുന്നു. അത് വെച്ച് കണ്ണിലും നെറ്റിയിലും ചങ്കത്തും സ്വകാര്യ ഭാഗത്തടക്കം മർദ്ദിച്ചു. തുടർന്ന് അവിടെ കൂടി നാട്ടുകാരാണ് 108 ആംബുലൻസില് എന്നെ ഇവിടെ എത്തിച്ചത്. അതെ. ഇപ്പൊ ഡോക്ടർ എന്താ പറയുന്നത്? ഡോക്ടർ നെറ്റിയിലും കണ്ണിലും സാരമായ പരിക്കുണ്ട്. ചങ്കത്ത് ചെറിയ ചതവുണ്ടെന്നാണ്. അതെ, ശരീരവേദനയും തലകറക്കം പോലുള്ള അസ്വസ്ഥ ഉണ്ട്. നിങ്ങളിത് പോലീസിൽ ഇൻഫോം ചെയ്തു? അതെ, പോലീസിൽ ഇൻഫോം ചെയ്തില്ല. ഇവിടുന്ന് ഇത് വിട്ടിട്ടുണ്ട്, ആശുപത്രിയിൽ നിന്ന്. ഈ സംഭവം നടന്ന സമയത്ത് നിങ്ങൾ പോലീസിന്? ഇല്ലില്ല, അതിനുള്ള സാഹചര്യം ഇല്ലായിരുന്നു. എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തുക എന്നുള്ള. ഇതെവിടെ വെച്ചാണ്? പാടിവട്ടം പൈപ്പ് ലൈൻ റോഡില് മാരുതി ഷോറൂമിന്റെ അടുത്ത്. ഏതാണ്ട് പാലാരിവട്ടം പോലീസ് സ്റ്റേഷന്റെ സമീപം സംഭവിച്ചത്. ഈ സംഭവം നടന്ന് ആംബുലൻസ് പറഞ്ഞവരെ പോലീസ് ആ ഭാഗത്തേക്ക് വന്നിട്ടില്ല? ഇല്ല, പോലീസിനെ അറിയിക്കാനുള്ള സാഹചര്യം ഇതുവരെ നിങ്ങളെ പോലീസ് ഒന്ന് കാര്യങ്ങൾ തിരക്കി? ഇല്ലില്ല. ഇപ്പൊ സംഭവം നടന്നിട്ട് എത്ര മണിക്കൂറായിട്ടുണ്ടോ? ഇപ്പൊ 4-5 മണിക്കൂറായി. 4-5 മണിക്കൂറായിട്ട് പോലീസോ അതുപോലുള്ള ആളുകളോ വന്നിട്ട് നിങ്ങൾ അന്വേഷിച്ചിട്ടില്ല? ഓക്കെ. എന്റെ പൊന്നു ചേട്ടാ, ഞങ്ങൾക്കും ജീവിക്കണം. ഞങ്ങളെപ്പോലത്തെ സാധാരണക്കാര് ജീവിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വന്ന് നിൽക്കണം. ഞങ്ങൾക്ക് എന്ത് സെക്യൂരിറ്റിയാണ് ഇവിടെ ഉള്ളത്? ആരാണ് ഞങ്ങൾക്ക് പ്രൊട്ടക്ഷൻ ഉള്ളത്? ആരുമില്ല. ഇപ്പൊ ഇതുവരത്തിനകത്ത് ഇടികൊണ്ട് കിടക്കുന്നുണ്ട്. ഇത്രയും തിരക്കുള്ള സിറ്റി, ഇത്രയും തിരക്കുള്ള സിറ്റിയിൽ തിരക്കുള്ള സ്ഥലത്ത് വെച്ച് ഇവനെ ഇടിച്ച് ഈ കോലത്തിലാക്കി ഇവിടെ ഇട്ടിട്ട് പോലീസുകാരില്ല. ഒരു നിയമവ്യവസ്ഥയും കാര്യങ്ങൾ ഇവന് വേണ്ടിയിട്ട് ഇതുവരെയും വന്നിട്ടില്ല. ആര് വിശ്വസിച്ച് വേണം ഞങ്ങൾ ഇവിടെ ജീവിക്കാനായിട്ട്? ഞങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി സർവീസ് ചെയ്ത് കൊടുക്കുകയാണ്. ഞങ്ങളുടെ ജോലി അതാണ്. ഞങ്ങൾ ടാക്സി ഓടിച്ച് ജീവിക്കണം. ഞങ്ങൾക്ക് നിലവില് ഇപ്പൊ ഇവിടെ യാതൊരു സേഫ്റ്റി ഇല്ല. എപ്പോ വേണമെങ്കിലും ഞങ്ങൾക്ക് എന്ത് വേണമെങ്കിലും സംഭവിക്കാം. ആരുമില്ല ചോദിക്കാൻ വേണ്ടിയിട്ട്. ഇവര് പറയുമ്പോ ഇവരെ വണ്ടിയിലേക്ക് ഓരോ നിയമവ്യവസ്ഥകൾ അനുസരിച്ച് ഞങ്ങൾ മാറ്റം വരുത്തിക്കൊണ്ട് GPS പിടിപ്പിച്ചു. 12,000 രൂപ കൊടുത്ത് GPS കാര്യങ്ങളും വെച്ചു. എന്നിട്ട് അതിലൊരു അലർട്ട് സാധനം വെച്ചിട്ടുണ്ട്. പക്ഷെ ഈ സാധനം വെച്ചിട്ട് പോലും ഇപ്പോഴും അത് ഞെക്കിക്കഴിഞ്ഞാൽ പോലും ഒരു പോലീസും കാര്യങ്ങളും ഇതുവരെ വന്നിട്ടില്ല. 4-5 മണിക്കൂറായി ഒരുത്തൻ അകത്തിടക്കുന്നത്. ഇടിച്ച് അവശനാക്കി കിടത്തിയിട്ട് ഇതുവരെ ഒരാളും വന്നിട്ടില്ല. ഈ പോലീസുകാര് എവിടെ? ഈ നാട്ടില് പോലീസില്ലേ? ഞങ്ങൾക്ക് ജീവിക്കണ്ടേ? ഞങ്ങൾ കുടുംബം പുലർത്താൻ വേണ്ടിയിട്ട് നാട് വിട്ട് ഓരോ സ്ഥലങ്ങളിൽ നിന്ന് വന്നിട്ട് ഇവിടെ ജീവിക്കാൻ നിൽക്കുന്നത്. വണ്ടിയിൽ കിടന്നുറങ്ങുന്നവരാണ് ഞങ്ങൾ. ഞങ്ങൾക്ക് റൂമില്ല. റൂം എടുക്കാനുള്ള ഞങ്ങൾക്ക് സാമ്പത്തിക ശേഷി ഇല്ല. വണ്ടിയിൽ കിടന്നുറങ്ങുന്ന വ്യക്തികളാണ് ഞങ്ങൾ. ഞങ്ങൾ ആരെ വിശ്വസിച്ചിട്ടാണ് ഈ കൊച്ചി പോലത്തെ ഈ മെട്രോ സിറ്റിയിൽ കിടന്ന് ഉറങ്ങേണ്ടത്? അത് നിങ്ങളൊന്ന് പറഞ്ഞാ. ഇവര് ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം കൊടുക്കാൻ കഴിയുമോ നമ്മുടെ സർക്കാരിനും നിയമവ്യവസ്ഥിതിക്കും? ഈ ഹോസ്പിറ്റലിൽ ഇപ്പോൾ അഡ്മിറ്റ് ആയിരിക്കുന്ന ടാക്സി ഡ്രൈവറുടെ അവസ്ഥ സത്യത്തിൽ ഞാൻ ചോദിച്ചറിഞ്ഞതനുസരിച്ച് അദ്ദേഹത്തിന്റെ വാരിയെല്ലിന് പൊട്ടുണ്ട്, മൂക്കിന്റെ എല്ലിനും പൊട്ടുണ്ട്, അതുപോലെ തലയിലും നല്ല രീതിയിലുള്ള പരിക്ക് പറ്റിയിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. സാരമായ പരിക്ക് അദ്ദേഹത്തിന് സംഭവിച്ചിട്ടുണ്ട്. കൊച്ചി എന്ന തിരക്കേറിയ നഗരത്തില് പട്ടാപ്പകല് സംഭവിച്ചതാണിത്.
4-5 മണിക്കൂറുകളായിട്ടും ഇതുവരെ പോലീസോ മറ്റുള്ളവരോ തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ.